ഇന്ത്യൻ ട്രഡീഷണൽ സ്റ്റോറീസ് വിത്ത് AI സ്വാഗതം. സപ്തചക്രങ്ങളുടെ പ്രതിജ്ഞ, സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മഹാസംഗ്രാം. പൂർണ്ണചന്ദ്രന്റെ പാതിരാത്രി. ഇരുട്ടിൽ മുങ്ങില പുരാതന ശിവക്ഷേത്രത്തിന്റെ ഗോപുരം കാറ്റിൽ വിറച്ചു. രാജകുമാരൻ ദേവവ്രതൻ. അദ്ദേഹത്തിന്റെ മുഖത്ത് ദൃഢനിശ്ചയമുണ്ടായിരുന്നു. കയ്യിൽ ഒരു ഇരുമ്പ് വാൾ മാത്രം. ദേവവ്രതൻ പതിയെ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഇടനാഴിയിൽ നിഗൂഢവും നിശബ്ദവുമായ ഒരു ശാന്തതയുണ്ട്. അപ്പോൾ അവ്യക്തവും എന്നാൽ മധുരവുമായ ഒരു ശബ്ദം അവരുടെ കാതുകളിൽ പതിക്കുന്നു. ഇതൊരു കന്യകയുടെ നൂപുരങ്ങളുടെ പാദസരം ശബ്ദമാണ്. ദേവവ്രതൻ ശ്രദ്ധാപൂർവം അത് തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. നൂപുരങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, പക്ഷേ ആരെയും കാണുന്നില്ല. ഈ കന്യക പ്രിയയായിരുന്നു. ക്രൂരനായ താന്ത്രിക ഭൈരോന്റെ ശാപം കാരണം അദൃശ്യയായിരുന്നു. ദേവവ്രത കണ്ണുകൾ അടയ്ക്കുന്നു. പ്രിയയെ നോക്കരുത്, ശബ്ദം മാത്രം പിന്തുടരണമെന്ന് അദ്ദേഹത്തിനറിയാം. ദേവവ്രത തന്റെ വാൾ ശ്രദ്ധാപൂർവം നിലത്തുറക്കുന്നു. വാളിന്റെ അറ്റം ഭൂമിയെ സ്പർശിക്കുന്നു. വാൾ ഉപേക്ഷിക്കുന്നത് ധീരതയിലല്ല, തന്റെ വിശ്വാസത്തിലാണ് താൻ ആശ്രയിക്കുന്നതെന്ന ഈ ദൃഢനിശ്ചയം. അദ്ദേഹം ശിവലിംഗത്തിനു ചുറ്റും നിർമ്മിച്ച സപ്തചക്രങ്ങളിലേക്ക്, 7 വൃത്തങ്ങളിലേക്ക് നോക്കുന്നു. ദേവവ്രത ആദ്യത്തെ പ്രദക്ഷിണം ആരംഭിച്ചു. ആദ്യത്തെ കാൽവെപ്പ് ദൃഢതയോടെ എടുക്കുന്നു. ആദ്യത്തെ പ്രദക്ഷിണത്തിലെ ആദ്യത്തെ കാൽവെപ്പെടുത്തയുടൻ ക്രൂരനായ താന്ത്രിക ഭൈരോന്റെ ഉഗ്രമായ ചിരി മുഴങ്ങുന്നു. ക്ഷേത്രസ്തംഭങ്ങളിൽ ഭീകരവും വികൃതവുമായ നിഴലുകൾ പെട്ടെന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. ദേവവ്രതന്റെ മുഖത്ത് നേരിയ സംശയമുയരുന്നു. ദേവവ്രതന്റെ കാതുകളിൽ ഒരു ഘനഗംഭീരമായ ശബ്ദം മുഴങ്ങുന്നു. അദ്ദേഹത്തിന്റെ മരിച്ച പിതാവിന്റെ ശബ്ദം. പുത്ര, നീ വെറുതെ കഷ്ടപ്പെടുന്നു, തിരിച്ചു പോകൂ. രാജകുമാരന്റെ ഹൃദയം വിചലിതമാകുന്നു. അദ്ദേഹം ഇടറുന്നു. അപ്പോൾ തന്നെ ചിലങ്കുകളുടെ ശബ്ദം കൂടുതൽ തീവ്രമാകുന്നു. അത് അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്നതുപോലെ. ദേവവ്രതൻ തന്റെ കണ്ണുകൾ ഇറുക്കിയടയ്ക്കുന്നു. അദ്ദേഹം ശബ്ദത്തെ മാത്രം പിന്തുടർന്നുപോയി. ഇത് ഭയത്തിന്റെ ആദ്യ ചക്രമായിരുന്നു. അവിടെ രാജകുമാരൻ തന്റെ ഭൂതകാലത്തിലെ സംശയങ്ങളോട് പോരാടേണ്ടിയിരുന്നു. അത്യാഗ്രഹത്തിന്റെ പരീക്ഷണം. ദിവസം 2. രണ്ടാം പ്രദക്ഷിണം ആരംഭിക്കുന്നു. താന്ത്രിക് ഭൈരോൺ പുതിയൊരു മായാജാലം നെയ്തെടുക്കുന്നു. ക്ഷേത്രത്തിലെ ശിലാപാത പെട്ടെന്ന് തിളങ്ങുന്നു. അത് സ്വർണവും അമൂല്യ രത്നങ്ങളും കൊണ്ട് നിറയുന്നു. ദേവവ്രതൻ നിർത്തുന്നു. അവന്റെ കണ്ണുകൾക്ക് മുന്നിൽ രത്നങ്ങളുടെ തിളക്കം. ഒരു സുന്ദരിയായ അപ്സര പ്രത്യക്ഷപ്പെടുന്നു. അവളുടെ വസ്ത്രങ്ങൾ സ്വർണ്ണ നിറമുള്ളതാണ്. അപ്സര ദേവവ്രതന്റെ മുന്നിൽ കുനിഞ്ഞ് രത്നങ്ങൾ പതിച്ച സിംഹാസനം അവനെ കാണിക്കുന്നു. അപ്സര പറയുന്നു, രാജകുമാര, ഒരു നിർധനയായ കന്യകയ്ക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പാടുകൾ എന്തിന്? ഈ സ്വർണമെടുക്കൂ, നിങ്ങളുടെ രാജ്യം രക്ഷിക്കൂ. ദേവവ്രതൻ ഒരു നിമിഷം ചിന്തിക്കുന്നു. എന്നിട്ട് തന്റെ ലക്ഷ്യമോർക്കുന്നു. കാൽച്ചിലമ്പുകളുടെ ശബ്ദം അവനെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നു. അത്യാഗ്രഹത്തിൽ നിന്നകന്ന് ദേവവ്രതൻ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകുന്നു. അവൻ സ്വർണത്തെ കാലുകൾക്കടിയിൽ ചവിട്ടിയരയ്ക്കുന്നു. രത്നങ്ങളും സ്വർണവും അവന്റെ ചെരിപ്പുകൾക്കടിയിൽ തകരുന്നു. അപ്സരയുടെ മുഖം കോപം കൊണ്ട് നിറയുന്നു. ദേവവ്രതന്റെ ലക്ഷ്യം സമ്പത്തായിരുന്നില്ല, മറിച്ച് സ്നേഹത്താൽ രാജ്യത്തെ ശാപമുക്തമാക്കുക എന്നതായിരുന്നു. മോഹത്തിന്റെ പരീക്ഷണം. ദിവസം 3. മൂന്നാമത്തെ പ്രദക്ഷിണം ആരംഭിക്കുന്നു. ക്ഷേത്രത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരു ദിവ്യരൂപം ഉയർന്നു വരുന്നു. പ്രിയ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഇത് താന്ത്രികന്റെ മായാരൂപമാണ്. പ്രിയ അത്യധികം ദുഃഖിതയായി കാണപ്പെടുന്നു. അവളുടെ കവിളകളിലൂടെ കണ്ണുനീർ ധാരയായി ഒഴുകുന്നു. പ്രിയ കരഞ്ഞുകൊണ്ട് വേദന നിറഞ്ഞ ശബ്ദത്തിൽ പറയുന്നു, ദേവവ്രത, എന്റെ ശാപം അസഹനീയമാണ്. എന്നെ നോക്കൂ, ഒരിക്കലെങ്കിലും എന്നെ നോക്കി ഈ വേദനയിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ. രാജകുമാരന്റെ ദൃഢനിശ്ചയം ഇളകിമറിയുന്നു. അവൻ കൈനീട്ടി പ്രിയയെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവസാന നിമിഷം അവൻ തന്റെ കൈകൾ കൊണ്ട് കണ്ണുകൾ മറയ്ക്കുന്നു. മഹത്തായ ആത്മനിയന്ത്രണത്തിന്റെ ഒരു കാഴ്ച. ദേവവ്രതൻ ഉറച്ച സ്വരത്തിൽ പറയുന്നു, പ്രിയേ, എന്റെ പ്രതിജ്ഞ അചഞ്ചലമാണ്. നിന്നെ കാണാതെയും ഞാൻ നിനക്കുള്ളവനാണ്. മായാവി പ്രിയയുടെ രൂപം മാറാൻ തുടങ്ങുന്നു.
അവളുടെ മുഖം കോപവും നിരാശയും കൊണ്ട് നിറയുന്നു. ഇത് മോഹത്തിന്റെ ഏറ്റവും ക്രൂരമായ പരീക്ഷണമായിരുന്നു. ഇതിൽ രാജകുമാരന് തന്റെ ഇന്ദ്രിയങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം നേടേണ്ടതുണ്ടായിരുന്നു. സംശയത്തിന്റെ പരീക്ഷണം. ദിവസം 4-5 4-ാം പ്രദക്ഷിണം. താന്ത്രിക ഭൈറോൺ സംശയത്തിന്റെ വിഷം കലർത്തുന്നു. ചിലങ്കകളുടെ ശബ്ദം പെട്ടെന്ന് നിലയ്ക്കുന്നു. ഇപ്പോൾ ഭയാനകമായ നിശബ്ദത മാത്രം. ദേവവ്രതന് സംശയം തോന്നുന്നു. അവൻ ശരിക്കും പ്രദക്ഷിണം ചെയ്യുകയാണോ അതോ ഒരു വട്ടത്തിൽ കറങ്ങുക മാത്രമാണോ? അവന്റെ കാൽവയ്പുകൾ ഇടയ്ക്കിടെ ഇടറി. അവൻ ചുറ്റും നോക്കുന്നു. വഴി ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നുന്നു. അപ്പോൾ തന്നെ പ്രിയയുടെ ശബ്ദം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വ്യക്തമായി മുഴങ്ങുന്നു. വിശ്വസിക്കൂ രാജകുമാര, ശബ്ദത്തിലല്ല, നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിക്കൂ. രാജകുമാരൻ നിലത്ത് കുനിഞ്ഞ് ഒരു ചെറിയ അടയാളം വരച്ച് തന്റെ ദിശ ഉറപ്പിക്കുന്നു. വിശ്വാസത്തിന്റെ പ്രതീകമായ ആ ചെറിയ അടയാളത്തിലേക്ക് അദ്ദേഹം നോക്കി മുന്നോട്ടു നീങ്ങുന്നു. ശാരീരിക വേദനയുടെ പരീക്ഷണം. ദിവസം 6. 6-ാം പ്രദക്ഷിണത്തിൽ താന്ത്രികൻ ശാരീരിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ക്ഷേത്രത്തിലേക്കുള്ള വഴി ഭയാനകമായ കൂർത്ത മുള്ളുകളും കത്തുന്ന അഗ്നിജ്വാലകളും കൊണ്ട് നിറയുന്നു. ദേവവ്രതൻ നഗ്നപാതനായി മുന്നോട്ട് നടക്കുന്നു. അദ്ദേഹത്തിന്റെ പാദങ്ങൾ രക്തം പുരണ്ട് മുറിവേറ്റിരിക്കുന്നു. വേദന അസഹനീയമാണ്. അദ്ദേഹം ഞരങ്ങുന്നു, പക്ഷേ നിർത്തുന്നില്ല. അദ്ദേഹം തന്റെ രാജകീയ വസ്ത്രങ്ങൾ കീറി പാദങ്ങളിൽ കെട്ടുന്നു. രക്തം പുരണ്ട പാദങ്ങളിൽ തുണി കെട്ടി അദ്ദേഹം അവസാനത്തെ പ്രദക്ഷിണത്തിലേക്ക് നീങ്ങുന്നു. പാരമ്യം, അന്തിമ പ്രതിജ്ഞയും യുദ്ധവും. ദിവസം 7. 7-ാമത്തെ പ്രദക്ഷിണത്തിന്റെ അവസാന നിമിഷം വന്നെത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ആകാശം കടും കറുപ്പ് നിറമായി മാറുന്നു. ക്രൂരനായ താന്ത്രികൻ ഭൈരവൻ തന്റെ ഭീകരവും വികൃതവുമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവന്റെ ശരീരം അഗ്നി പോലെ ജ്വലിക്കുന്നു. താന്ത്രികൻ അലറുന്നു. വിഡ്ഢിയായ രാജകുമാര, നിനക്ക് ശാപം തകർക്കാൻ കഴിയില്ല. എന്റെ ആധിപത്യം അചഞ്ചലമാണ്. രാജകുമാരൻ ഇപ്പോൾ തന്റെ വാളുയർത്തുന്നു, പക്ഷേ താന്ത്രികന്റെ നേർക്കല്ല. അവസാന പ്രദക്ഷിണം പൂർത്തിയാക്കി അവൻ തന്റെ വാൾ ക്ഷേത്രത്തിന്റെ മധ്യത്തിൽ സ്ഥാപിക്കുന്നു. ദേവവ്രതൻ തന്റെ കൈകൾ വിരിച്ച് പ്രഖ്യാപിക്കുന്നു, പ്രിയേ, നിന്നെ അദൃശ്യ രൂപത്തിൽ തന്നെ ഞാൻ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. എന്റെ പ്രണയം എന്റെ പ്രതിജ്ഞയാണ്. ഇത് എന്റെ രാജ്യത്തിനും എന്റെ ഹൃദയത്തിനും വേണ്ടിയുള്ള സപ്തചക്രങ്ങളിലെ എന്റെ അന്തിമ പ്രതിജ്ഞയാണ്. ശാപമോചനത്തിനും വിജയത്തിനും വേണ്ടി രാജകുമാരന്റെ ഈ നിസ്വാർത്ഥമായ പ്രണയസങ്കല്പത്തിൽ നിന്ന് ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ഒരു തീവ്രമായ ദിവ്യമായ പ്രകാശം ഉത്ഭവിക്കുന്നു. ഈ പ്രകാശം അത്രയും പ്രബലമായതിനാൽ താന്ത്രിക ഭൈരവന്റെ ശക്തി നിമിഷനേരം കൊണ്ട് ഭസ്മമായി തീരുന്നു. താന്ത്രികൻ നിലവിളിച്ചുകൊണ്ട് പുകയായി മാറുന്നു. ശാപം തകർന്നു. പ്രകാശം ശാന്തമാകുന്നു. രാജകുമാരി പ്രിയ തന്റെ പൂർണ്ണമായ ദിവ്യ സൗന്ദര്യത്തിൽ ദേവവ്രതന്റെ മുന്നിൽ നിൽക്കുന്നു. പ്രിയ പുഞ്ചിരിക്കുന്നു. അവളുടെ ചിലങ്കകളുടെ ശബ്ദം ഇപ്പോൾ നിശബ്ദമല്ല, വിജയഗാനം ആലപിക്കുകയാണ്. രാജകുമാരൻ ദേവവ്രതിന്റെയും പ്രിയയുടെയും ഗംഭീര വിവാഹ ചടങ്ങ് രാജ്യം മുഴുവൻ ആഘോഷിക്കുകയാണ്. അവരുടെ രാജ്യത്തേക്ക് ഐശ്വര്യവും സമാധാനവും തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോൾ വൃദ്ധനായ മഹാരാജാവ് ദേവവ്രതിനെയും നോക്കുന്നു. ശക്തിയോ ധനമോ അല്ല, യഥാർത്ഥ വിശ്വാസവും നിസ്വാർത്ഥ സ്നേഹവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് മഹാരാജാവ് മനസ്സിലാക്കി. ഈ കഥ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ വഴി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, എങ്കിൽ നിങ്ങളുടെ ഈ വികാരത്തെ ലൈക്ക് രൂപത്തിൽ തീർച്ചയായും പ്രകടിപ്പിക്കുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതിലൂടെ നിങ്ങൾ ഞങ്ങളുടെ ഈ കഥാകുടുംബത്തിന്റെ ഭാഗമാകും.